പിന്നെന്താ പറയുന്നേ? മതേതരത്വം ഉറപ്പുവരുത്തണം. എവിടെ? വഖഫ് ബോർഡിൽ മാത്രം. അല്ലാതെ സംഘപരിവാരത്തിന് എന്ത് മതേതരത്വ? മതേതരത്വം ഉറപ്പുവരുത്തുന്നതിനായി വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. നമ്മുടെ നോക്കി എന്ത് രസവാ! എങ്കിൽ പിന്നെ വഖഫ് ബോർഡിൽ മാത്രമല്ലല്ലോ, ഓരോ ക്ഷേത്ര കമ്മിറ്റികളിലും നാട്ടിലുള്ള ഹാജിയാക്കന്മാരെ കൂടി നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ അങ്ങനെയും കൂടെ വേണമല്ലോ. ദേവസ്വം ബോർഡിലും നാട്ടിലുള്ള ആലിമീങ്ങളെയും കൂടെ ഉൾപ്പെടുത്താം. അപ്പോഴല്ലേ മതേതരത്വം പൂക്കുകയുള്ളൂ. സംഘപരിവാരം പറയാണ് അമുസ്ലിമുകൾ കൂടി വഖഫ് ബോർഡിൽ വന്നാലേ മതേതരത്വം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര വഖഫ് കൗൺസിലിൽ 23 അംഗങ്ങളിൽ 7 പേരെ അമുസ്ലിമുകളിൽ നിന്നും ഗവൺമെന്റ് നിർദ്ദേശിക്കും. 23-ൽ 7 പേര് അമുസ്ലിമുകളാകണം, എന്നാലേ മതേതരത്വം ഉണ്ടാവൂ. ആരായി പറയുന്നേ? സ്വന്തമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഭരണം കൈയാളുമ്പോ രാജ്യം ഭരിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ട് പേരിന് പോലും ഒരു മുസ്ലിം മന്ത്രിയെ പോലും കൊണ്ടുവരാത്ത സംഘപരിവാരം പറയാ വഖഫ് ബോർഡിൽ അമുസ്ലിമുകൾ വന്നാലേ മതേതരത്വം പൂത്തിലുള്ളൂ. ഇവർക്കെന്തോ മതേതരത്വ? സംഘപരിവാരത്തിന് എന്നു മുതലാ മതേതരത്വം ഉണ്ടായത്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും മതേതരത്വവും ജനാധിപത്യവും എന്ന വാക്കുകളെ മുറിച്ചു മാറ്റണമെന്ന് ഈ രാജ്യം മുഴുവനും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സംഘപരിവാരം, അതിനു വേണ്ടിയിട്ട് മാറി മാറി ഹർജികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാരം, മതേതരത്വം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന സംഘപരിവാരം, അവർ പറയുന്നു വഖഫ് ബോർഡിൽ മതേതരത്വം ഉണ്ടാകണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട റോളുകളിൽ അമുസ്ലിമുകളെ വേണമത്രേ. നേരത്തേക്ക് ഈ രാജ്യത്ത് വഖഫ് ബോർഡിന്റെ നിയമം എങ്ങനെയായിരുന്നു? വഖഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ലോക്സഭ, രാജ്യസഭ എംപിമാർ, അതേപോലെ 2 റിട്ടയർഡ് ജഡ്ജിമാർ, അതേപോലെ നിയമജ്ഞരായ ആളുകൾ മുസ്ലിമുകളായിരിക്കണം. ഇത് വഖഫ് ബോർഡിന്റെ മാത്രം നിയമമല്ല. ഹിന്ദു എൻഡോമെന്റ് ആക്ട് എടുത്താൽ അവിടെ അങ്ങനെ തന്നെയായിരിക്കും അതിന്റെ നിയമം. സിഖുകാരുടെ എടുത്താൽ അങ്ങനെ തന്നെയായിരിക്കും നിയമം. ഇവിടെ ക്രൈസ്തവ സഭകളുടെ നിയമങ്ങൾ എടുത്താലും അങ്ങനെ തന്നെയായിരിക്കും. കാരണം അതാത് സമൂഹത്തിന്റെ, സമുദായത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ മതത്തോട് താല്പര്യമുള്ള, മതവിശ്വാസികളുള്ള ആളായിരിക്കണം. ഇസ്ലാമിക സമൂഹം വളരെ പവിത്രതയോടുകൂടി കാണുന്ന വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ തഖ്വയുള്ള, വഖഫിനോട് സൂക്ഷ്മതയുള്ള, ഹലാൽ ഹറാമുകളെ സൂക്ഷിക്കുന്ന ഒരു മുസ്ലിം തന്നെയായിരിക്കുമ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ മുസ്ലിമുകളെ വേണമെന്നായിരുന്നു നിയമം. പക്ഷേ ഇപ്പോൾ അമിത്ഷാ കൊണ്ടുവരാൻ പോകുന്ന നിയമത്തിൽ പറയുന്നു അമുസ്ലിമുകൾ വരണമത്രേ. അപ്പൊ ലോക്സഭ, രാജ്യസഭ എംപിമാരോ റിട്ടയർഡ് ജഡ്ജിമാരോ നിയമജ്ഞന്മാരോ മുസ്ലിം ആവണമെന്നൊന്നുമില്ല, അമുസ്ലിമുകളായ ആളുകളെ കൊണ്ടുവരാൻ പോവുകയാ. എന്നിട്ട് എന്താണെന്നറിയോ? വഖഫ് ബോർഡിൽ മതേതരത്വം കൊണ്ടുവരാൻ പോകുന്ന ഇവർ ഒരു നിയമം മാറ്റുന്നുണ്ട്. കാരണം 2019 വഖഫ് ആക്ടിൽ ഒരു നിയമമുണ്ട്, നോൺ മുസ്ലിംസ് ക്യാൻ ഡെഡിക്കേറ്റ് എ പ്രോപ്പർട്ടി ആസ് വഖഫ്. ഒരു അമുസ്ലിമായ മനുഷ്യനും വേണമെങ്കിൽ അവന് വഖഫ് ചെയ്യാം. അങ്ങനെയല്ലേ നമ്മുടെ നാടുകളിൽ പള്ളികൾ ഉണ്ടായത്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ പള്ളി മുസ്ലിം കൊടുത്തതാണോ? അന്ന് ഇവിടുത്തെ ഹൈന്ദവർ പള്ളിക്ക് വേണ്ടി കൊടുത്ത സ്ഥലമാ. ഇവിടെ എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോഴുമുണ്ട്, എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോഴുമുണ്ട്. ഹൈന്ദവരായ സഹോദരങ്ങൾ പള്ളി നിർമ്മിച്ചുകൊള്ളുക, മദ്രസ നിർമ്മിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് അവിടെ പള്ളി പണിയുന്നു. ഇങ്ങനെ ഒരു നിയമം ഇന്ത്യ രാജ്യത്തിന്റെ വഖഫ് നിയമത്തിലുണ്ട് എങ്കിൽ ഇപ്പൊ സംഘപരിവാരം കൊണ്ടുവരുന്ന നിയമം അമുസ്ലിമുകൾക്ക് വഖഫ് ചെയ്യാൻ പാടില്ല. അപ്പം മതേതരത്വം എവിടെ പോയി?